പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞൊരു കഥ കേട്ടാണ്, ഒരു കുട്ടിക്കഥ. ആ കുട്ടിക്കഥയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച എന്താന്ന് മനസ്സിലായോ? രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മനസ്സിലാവും. പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തയ്ക്ക് വിളിച്ച അടിച്ചു മാറ്റിയ പണം, ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റിയ പണം തിരിച്ച് ഖജനാവിൽ തന്നെ കൊണ്ടെത്തിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാലങ്ങളായി ഇല്ലേ, നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും നേതാക്കന്മാർക്ക്, ഏതെങ്കിലും മുഖ്യമന്ത്രിമാർക്ക്, ഏതെങ്കിലും മന്ത്രിമാർക്ക് ഇത് പറയാനുള്ള ധൈര്യം കാണിക്കൂ? ഇന്നത്തെ മന്ത്രിസഭയല്ല ഞാൻ പറയണേ, കാലങ്ങളായി ഇവിടെ കടന്നുപോയ മന്ത്രിസഭ അല്ലേ, അതിനുള്ള ആർജവമുള്ള മന്ത്രിമാരുണ്ടായിരുന്നു ഇവിടെ. അതാണ് വിജയ് എന്ന് പറയുന്ന ഇളയ ദളപതിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി മാറ്റി നിർത്തുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആരാധകരുള്ളത്. ഞാൻ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇന്ത്യയിൽ, ലോകത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫുട്ബോൾ താരങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങളുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു മനുഷ്യനാണിത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെയാകണം, എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ അദ്ദേഹം. അദ്ദേഹം പറയുന്നതിൽ പലതും നമുക്കൊരു എന്താണ് സിനിമാറ്റിക് ഡയലോഗൊക്കെ ആണെന്ന് തോന്നുമായിരിക്കും. പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അതല്ലേ എൻ്റെ വാസ്തവം. മക്കൾ പണത്തിൽ നിന്ന് ഒരു പൈസ കൂടി തൊടമാട്ടും, തൊടവരെ വിടമാട്ടും, മുന്നാടി തൊട്ടുവരെയും വിടമാട്ടും. அந்த மாதிரி ஒரு பேச்சு பேச்சதுக்கு இங்க கேரளாவில் ஏதாவது மந்திரி இருக்கீங்களா? இல்ல. ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഈ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് എത്രയോ മന്ത്രിസഭകൾ മാറി വന്നു. യു ഡി എഫ്, എൽ ഡി എഫ്, വീണ്ടും യു ഡി എഫ്, ഇപ്പം കുറച്ച് BJP അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്നാൽ മക്കൾ പണത്തെ തൊടമാട്ടും, തൊട്ടവനെ വിടമാറ്റും, മുന്നാടി തൊട്ടവനെയും വിടമാറ്റും എന്ന് சொல்லுவதற்கு யாராவது இருக்கீங்களா இங்க കേരളാവിലെ? ഇല്ലേ. അതിനാലത്താൻ വിജയ്, ആ നാട്ടുമക്കൾ വിജയിനെ ഉയരായിട്ട് കാണുന്നത് അതുകൊണ്ടാണ്. ഇതിനു മുമ്പ് കുറെ സിനിമാ താരങ്ങളൊക്കെ വന്ന് മത്സരിച്ച് തോറ്റുപോയില്ലേ? എന്തുകൊണ്ടാ? അവർ ജനങ്ങളുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞില്ല, അവർ ജനങ്ങളുടെ മനസ്സറിഞ്ഞില്ല. മനസ്സറിഞ്ഞൊരുത്തനാ വന്നേക്കണേ.